ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെ? ചിക്കൻ എടുക്കുക, അരിയുക, സവോള എടുക്കുക, അരിയുക, കടുവറ. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി പേരുള്ള ഡിഷാണ്. എന്റെ ദൈവമേ, ഇയാളെ കൂടി തോറ്റിട്ടോ. It's your birthday. Happy birthday. It's your birthday. Happy birthday. Welcome to the grand new episode of കുട്ടിക്കലവറ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അജയൻ ചേട്ടനെ സ്വാഗതം ചെയ്യാം. അജയൻ ചേട്ടാ, സ്വാഗതം. സന്തോഷം. അജയൻ ചേട്ടാ, എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴേ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും അല്ലേ? അജയൻ ചേട്ടൻ ഏറ്റവും ഓർക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് എന്താണ്? ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. കാരണം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂട്ടുകാരുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ നിന്നായിരിക്കും ആഹാരം കഴിക്കുന്നത്. സ്വന്തം വീട്ടിലെ ആഹാരം അത്ര താല്പര്യമില്ല, പിടിക്കത്തില്ല. പിന്നെ കളികൾ തന്നെ കൂട്ടുകാരുടെ വീടുകളിലും വഴിയിലും അങ്ങനെ അങ്ങ് പോകും. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഈ കിളികളൊക്കെ കയറി വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അത് കിടക്കാനായിട്ടുള്ള ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത്. അതുവരെയുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. നമുക്ക് ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതൊക്കെ മിസ്സിങ് ആണ്. കാരണം എപ്പോഴേ തന്നെ അവരുടെ കാലയിൽ ചരട് വീണു അല്ലെങ്കിൽ ചെങ്ങല വീണ് കഴിഞ്ഞു. കുട്ടിക്കാലത്ത് ഈ മണ്ണപ്പം ചുട്ടക്കള ഇങ്ങനെയുള്ള കളികൾ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കളിയിലൂടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കുട്ടിക്കലവറയിൽ അതൊക്കെ മാറിയിട്ട് കുട്ടികൾ സീരിയസ് ആയിട്ട് ആഹാരമുണ്ടാക്കുന്ന അവസ്ഥ വരെ ജനറേഷൻ ഇങ്ങനെ കടന്ന് വന്ന് ന്യൂജൻ പിള്ളേരിപ്പോൾ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരെ അവർ നേടിയെടുത്തു എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ കളിയും ഇങ്ങനെ നടക്കുമല്ലോ ഒന്നും അല്ല കാര്യം. ഒരുപാട് വേദികൾ അവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നത്. അപ്പം അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കൂട്ടുകാരെ സ്വാഗതം ചെയ്യാം അല്ലേ? വെൽക്കം കുട്ടീസ്. ചേട്ടനോട് ചോദിക്കാതെ ഞാൻ റീന ചേച്ചി ആദ്യം വേദിയിലേക്ക് ഇങ്ങ് വിളിക്കുക കേട്ടോ. വിളിച്ചോളൂ. ഓക്കെ, റീന ചേച്ചി, എന്താണിത്? എന്താണ് വിശേഷം? നല്ല വിശേഷം. കുട്ടിക്കലവറയിലെ കുട്ടികളൊക്കെ പാചക വിദഗ്ധരാവുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവര് വാചകം അടിക്കുമ്പോഴേ, പാചകം മാത്രമല്ല വാചകം അടിക്കുമല്ലോ മെന്ററിനോട്. അപ്പൊ ചേച്ചി ചെയ്തത് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ തർക്കം ഉണ്ടാവാറുണ്ടോ? ഇടക്ക് വല്ലപ്പോഴും. കാരണം കൂടുതലും അവർ എന്നോട് എന്തോ തർക്കിക്കാറില്ല. ഞാൻ പറയും എനിക്കൊന്നും എന്റെ ഷോസ് ഒക്കെ കണ്ട് എല്ലാം കൂടെ ഫ്ലാറ്റ് ആയിട്ട് ഇരിപ്പാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങോട്ട് ആധികാരികമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെയാണോ എന്നൊക്കെ പറയും. പിന്നെയും ആൻഡോ ആണ്, അവൻ ഈ കർഷകനായതുകൊണ്ട് കുറെ കാര്യങ്ങൾ അവനും അറിയാം. അപ്പൊ അവൻ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഞാനിപ്പോ ഇന്ന് എന്നോട് വന്നപ്പോ പറയായിരുന്നു, ഞങ്ങള് എന്താ അവല് വെച്ചിട്ട് മിൽക്കും ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ എനിക്കറിയില്ലല്ലോ, നീ എനിക്കൊന്ന് പറഞ്ഞു. അത് സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറ, പാലെടുക്കണം. ഇപ്പൊ തണുത്ത പാലാണോ, ചൂടാക്കണോ, പഞ്ചസാര ഇടണോ, അതൊന്നും പറയില്ല. ഭയങ്കര അവിടുന്ന് ഇവിടുന്നൊക്കെ പാല്, പഞ്ചസാര, അവല് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് റെസിപ്പി ഇപ്പോഴും എനിക്ക് അറിയില്ല. എന്തായാലും പോകുന്നതിന് മുമ്പ് അവനോട് ഞാൻ ചോദിച്ചിട്ടേ പോകുള്ളൂ. നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ അങ്ങനെ ഓരോ ദിവസം ഓരോ റെസിപ്പീസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതി വലിയ കുഴപ്പമില്ലാതെ ഒരു കുടുംബം ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കും അല്ലേ? വലിയ കുഴപ്പമില്ല. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശക്തിയും. അല്ല, ഒരു കാര്യം പറയാം, കുട്ടിക്കലവറയെ സത്യം മാത്രമേ പറയുള്ളൂ. സത്യമായിട്ടും. ഇല്ലെങ്കിൽ നുണ പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് അടിക്കുന്ന മീറ്റർ ഉണ്ട്. ഞാൻ അച്ഛന്റെ നമ്പർ തരാം, വിളിച്ചു ചോദിച്ചു. അച്ഛനാണോ ഇതൊക്കെ കഴിക്കുന്നില്ല? ഈ അടുത്ത കാലത്ത് 2016 ഉണ്ടാക്കിയ വിഭവം ഏതാ? ഈ ന്യൂ ഇയറിനോട് അടുത്ത് 16 എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കിയോ? ഞാൻ വീട്ടിൽ പോയില്ല. ഞാൻ പഠിക്കാനുള്ള ആ ഒരു ഇത് കാരണം ഞാൻ ഫുൾ ഹോസ്റ്റലിൽ അങ്ങ് നിന്നു. അത്യാവശ്യം ഒക്കെ ചെയ്യുമല്ലേ? പിന്നെ ഏത് കറിയാ ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? ചോദിക്കാനല്ലേ? ചിക്കൻ കറി. ഓക്കെ, ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെ? ചിക്കൻ എടുക്കുക, അരിയുക, സവോള എടുക്കുക, അരിയുക,
ഒരു കുറച്ച് തക്കാളി എടുക്കുക, അരിയ എണ്ണ ഒഴിക്കുക, കടുക് ഇടുക. ഇത് ഞാൻ ക്രിസ്ത്യാനികളുടെ ചിക്കൻ കറിയാണ് പറയുന്നത്. അല്ലല്ല, അതും കടുവറ. സ്വല്പം നമ്മുടെ മസാല, നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ ഏലക്ക, അതുപോലെ ഗരം മസാല, അതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ അരച്ച് ഈ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇതിനകത്തോട്ട് നേരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിക്കൻ കറി കിട്ടുമോ? നേരാണ് മസാലയുടെ മണം ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നില്ലേ? അങ്ങനെയൊന്നുമില്ല പറഞ്ഞപ്പോഴത്തേക്കും. അല്ലെ, പറയുമ്പോ നമുക്ക് ഇച്ചിരി ഗംഭീരമായിട്ട് പറയാനേ. എന്തായാലും പക്ഷെ ഒരു കാര്യം മനസ്സിലായി, കൊച്ചിന് എന്തൊക്കെയോ അറിയാം പാചകം ചെയ്യാൻ. എന്താ വിചാരിച്ച? എന്താ സാമ്പാർ ഉണ്ടാക്കുന്നത്? എന്ത് പരിപ്പാ ഇടുന്നത്? തുവരപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പാ? ഞങ്ങള് തുവരപ്പരിപ്പ് ഇടും. ഇങ്ങനെ ഒരാളോട് ചോദിച്ചു കുഴപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് എന്റെ കുക്കറി ഷോ അല്ല. അല്ല, ഇത് എന്നോട് എല്ലാരും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇവിടെ വരുമ്പോ അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ പറഞ്ഞു തരണം. നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണ് ഞാൻ ഈ സ്പീഡിൽ സംസാരിക്കുക എന്നത് മനസ്സിലാക്കി കളഞ്ഞു എന്നത് ഞാൻ പിന്നെയും മനസ്സിലാക്കുന്നു. സൂപ്പർ ഫാസ്റ്റ് പാർവതി, ഇതെല്ലാരും ഇത് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ പത്തനംതിട്ടയുടെ ഒരു ശൈലിയാണിത്, ഈ സ്പീഡിൽ സംസാരം എന്ന് പറയുന്നത്. പക്ഷേ സ്പീഡിൽ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അതാണ് വ്യത്യാസം. എന്റെ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ രണ്ട് മുഗ്ഗരനാട്ടോ. ഒരു വണ്ടിയിൽ തന്നെ കേട്ടാൻ രണ്ടുപേരും. രണ്ട് കുടുംബമാ, കൊച്ചിയും കോന്നി. അങ്ങനെ നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോണ രണ്ടുപേരും കൂടെ? ഇതെന്തിനാ എന്നെ പിടിക്കുന്നത്? റീന ചേച്ചി ഇങ്ങനെ എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാർവതി കോന്നി എന്താണ് അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുക? ഇല്ല, എനിക്ക് കൊട്ടവഞ്ചി തുഴയാനേ അറിയത്തുള്ളൂ. പാർവതിയുടെ ഹൈലൈറ്റ് ഐറ്റം എന്താ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു? ചിക്കൻ കറി തന്നെ തോന്നുന്നു. ചിക്കൻ കറി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിൽ പിടിച്ചു നിന്നാ മതിയല്ലോ. രണ്ടാമത്തെ ഐറ്റത്തിന്റെ കാര്യം ചോദിക്കാനില്ലേ? ഗൂഗിൾ ചെയ്തിട്ടില്ല. നമ്മുടെ കുട്ടിക്കുറുപ്പന്മാർക്ക് ആർക്കും എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരാമോ? കേക്ക് ഉണ്ടാക്കാമല്ലോ. ഞങ്ങൾ ഷോപ്പിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാം. സ്വന്തമായിട്ട് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു ത്രില്ല് വേറെയല്ലേ. ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കി തരാം, പക്ഷെ ഉണ്ടാക്കി പഠിക്കാൻ സഹായിക്കാം. ഉദ്ദേശം മനസ്സിലായോ? കാശ് കൊടുത്താലേ കേക്ക് കിട്ടൂ എന്നത്. എങ്ങനെ ഇതുപോലെ പുതിയ പുതിയ സാധനങ്ങള് കണ്ടുപിടിക്കണേ? അത് നമുക്ക് ഭക്ഷണത്തിനോട് എന്തിനോടാണ് താല്പര്യം? ഇപ്പോൾ കുക്കിങ്ങിനോടാണ്. നമുക്ക് ഓരോരോ ഹോബീസ് ഉണ്ടാവും. അപ്പോൾ അതിനോട് നമുക്ക് താല്പര്യം വരുമ്പോൾ നമ്മൾ അതിൽ പല പല കുറേ ട്രയൽസ് നടത്തും. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയേഴ്സ് ആവും. പക്ഷേ ഓരോ ഫെയിലിയേഴ്സും നമ്മൾ പിന്നീട് അത് ട്രൈ ചെയ്ത് സക്സസ് ആക്കാൻ നോക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഡിഷസ് ഒക്കെ പൊങ്ങി വരുന്നത്. ഈ സുഖീനുണ്ടല്ലോ, സുഖീൻ ഈ അകത്ത് പയർ വെക്കത്തില്ലേ? ഒരു സുഷിരം പോലും ഇടാതെ എങ്ങനെയാ പയറകത്ത് വെക്കുന്നത്? എന്തരോ ഒന്നുകൂടെ. സുഖീർ എന്ന് പറയുന്ന ഐറ്റം കോന്നിയിൽ എന്താ പറയണ? സുഖീൻ. അതിനകത്ത് പയറുണ്ടാവില്ലേ? അത് ഈ സുഖീൻ ഒരു കിഴുത്ത പോലും ഇടാതെ എങ്ങനെ അത്രയും പയർ അതിനകത്ത് വെക്കുന്നത്? ഇങ്ങനെ ഉരുട്ടി എന്തിനകത്ത്? മൈദമാവിനകത്തല്ലേ മുക്കുന്നത്? മൈദമാവിനകത്തിട്ട് മുക്കി എടുത്തു, കിട്ടി. അപ്പോൾ പാചകം അറിയാം. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഉർവശി ചേച്ചി പണ്ട് സിനിമ പറയത്തില്ലേ, കടുവറ അതിന്റെ ആളാണ്. എന്താണേലും ഒപ്പിച്ചെടുത്താ മതിയോ അല്ലേ ചേച്ചി? അത് ഒപ്പിച്ചെടുത്താ പോലെ ടേസ്റ്റ് വേണം. ഇവിടെ എന്റെ അച്ഛനെ വിളിച്ചു തരാം ചേച്ചി. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചെറിയ ടാസ്ക്. പാർവതി ലാലേട്ടനാണ്, ഹീറോയാണ്, മെയിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. റീന രേഖയുടെ ക്യാരക്ടർ. സിനിമ ഇതാണ്, എ ഓട്ടോയിലെ സുധിയാണ് ഇരിക്കുന്നത്, മറ്റത് മീനുകുട്ടി. രണ്ട് വാക്ക് റൊമാൻറ്റിക് എന്തെങ്കിലും പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഡയലോഗ് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ. എന്നിട്ട് സുന്ദരി സുന്ദരി എന്നുള്ള പാട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് ചൂട് വെക്കണം. ശരി. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നടന്നു വന്നൊരു പ്ലേ പോലെ ചെയ്യണം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ്
പ്രകടനമായിരുന്നു. ആശ്വാസമായല്ലോ. റീനെ ആദ്യം ഒന്ന് വേണ്ടാന്ന് വെച്ച് മാറി നിന്നിട്ട് എന്നാ ശരി എന്നാണ് കാണിച്ചു തരാന്നുള്ള ലൈനില് ആ സ്റ്റെപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് മൊത്തത്തിൽ ഞാൻ വിചാരിച്ചു ഫ്ലോർ ചവിട്ടി പൊളിക്കുന്നു. അത്ര രസമായിട്ട് ലാലേട്ടൻ ഇത്രയും സ്ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ലാലേട്ടൻ ഒന്ന് ചരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ഉളുക്കിയതായി പോയി. തുടക്കത്തിൽ ഒരു 2 വിട്ട ലാലേട്ടനായി പോയല്ലോ. കല്യാണമൊക്കെ അല്ലേ. ഓ അങ്ങനെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിട്ട്. മനസ്സിലായി. അപ്പൊ എന്തായാലും സംഭവം രസമായിരുന്നു. രണ്ടുപേരും നല്ല രസമായിട്ട് തന്നെ ചെയ്തു. താങ്ക് യു. എന്തായാലും വളരെ നന്നായിരുന്നു. പക്ഷെ ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, വിനയുടെ കൊച്ചിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻഡോച്ചനെ വിളിക്കാം. ആൻഡോ കുട്ടി വരൂ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണോ? അജയൻ ചേട്ടൻ എന്തൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിക്കുവാ. ഈ ചേച്ചിയുടെ ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ചുകൂടെയൊക്കെ സ്റ്റെപ്പ് പഠിക്കണ്ടേ? പഠിക്കാനുണ്ട് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാ തോന്നിയേ? ആദ്യം ഡാൻസ് കളിച്ചപ്പോ ഇല്ലേ നീനാന്റി പാട്ടിൽ ഇളകിപ്പോയല്ലേ? പാട്ട് വന്നപ്പോ അല്ലേ പയ്യ ഇളകിയത്. ആദ്യം അങ്ങോട്ട് ഇളകിയില്ല അല്ലേ? ഇന്നിപ്പോ കുട്ടിക്കലവറയിൽ ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? കുട്ടിക്കലവറ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതവിടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ഒരു കാര്യം അജയ് എന്റെ അടുത്ത് പറയുന്നില്ല. ഇച്ചിരി അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളി വല്ല ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരും. സാധനം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇവൻ എനിക്ക് പറഞ്ഞു കഴിഞ്ഞില്ല. പിള്ളേരിൽ പഠിക്കണ്ടെന്നായിരിക്കും. അങ്ങനെ കൊച്ചു കുട്ടികളിൽ നിന്ന് അങ്ങനെ പഠിച്ചെടുക്കണ്ട. അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ കൂടെ കോപ്പി അടിക്കണ്ട എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നത്. ആണോ? അതാണോ? അപ്പൊ പാർവതി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ ആ കുക്കിംഗ് ഒന്ന് കാണാം. ആ സസ്പെൻസ് എന്താണെന്ന് അറിയണം. എന്താണെന്നൊന്നും അറിയാം അല്ലേ? ഞാനും ഇങ്ങനെ ധൃതിയായിട്ടിരിക്കുകയാണ് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കലവറയിലോട്ട് പോയാലോ? പോ. ഉണ്ടാക്കാൻ പോണ ഡിഷിൻ്റെ പേര് ലസ്സി. അതിനാവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാര, തൈര്, വെള്ളം. അത് മുന്തക്കോണം മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി പേരുള്ള ഡിഷാണ് ലസ്സി. അതിന് തൈര് വേണം, പഞ്ചസാര വേണം. തൈര് പിന്നെ മിച്ചം കാണും, പഞ്ചസാര മിച്ചം കാണില്ല. കൃഷ്ണമൂർത്തി മൊത്തം ഇളക്കി കഴിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. വീട്ടിലൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് 3 മാത്രം ഇട്ടാൽ മതി. ആദ്യം പഞ്ചസാര ഇട്ടിട്ട്, തൈരിട്ടിട്ട്, വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. തുറക്ക് തുറന്നത് കണ്ടില്ലേ? അന്ന് പറഞ്ഞില്ല. തുറന്നു എന്നിട്ട് തുറക്കുന്നു. 1 5 2. എടാ നീ നേരത്തെ തന്നെ തെറ്റിപ്പിച്ച് എത്ര ഒഴിച്ചു. ഫുള്ള് ഒഴിച്ചു. നമ്മൾ തൈര് കഴിക്കാൻ വേണം. ഫുള്ള് കഴിക്കട്ടെ. ഫുള്ള് ഒഴിച്ചോ? ഞാൻ എന്താണെന്ന് പഠിച്ചു. 1 2 3. നമുക്ക് മിക്സ് ചെയ്യാം. പഞ്ചസാര തൈര് ഇടണം. ഓ യൂട്ടി തൈര് ഇടാം. അതും പഞ്ചസാര ഇടണം. ഇത് ഇടാം. അറിയോ? തൈര് ഇടാം. അല്ല പഞ്ചസാര ഇടാം. അത് ഇടാം. ഓർമ്മ ചെടി 4 5 അഞ്ചാമത്തെ ഇല്ലേ? 5 വൈറ്റ് ഇളക്കണം. 6
സ്പൂൺ പിടിയടി. പിന്നെ തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കി എത്ര എപ്പോഴും എപ്പോൾ നേരം ആയാലും അപ്പൊ തന്നെ ചോദിക്കാതെ ഇത് തന്നെ. ഓ അടിച്ചടിച്ച അരി ഫുള്ള് ഒഴിച്ചോ. വെള്ളം ഞാൻ ഒഴിച്ചു തരാം കേട്ടോ. ശകലം വെള്ളം ചേട്ടായി വെള്ളം മാത്രം ചേട്ടായി ഒഴിച്ചു തരാം. ഞാനാണ് പിടിക്കുക. ഇയാളെ പിടിക്കുക. ഇവിടെ ശരിക്കും അടഞ്ഞോ നോക്കി. നമുക്ക് ഹലോ ഹലോ അടപ്പ് ശരിയായിട്ടില്ല. അമ്മേ ഓക്കെ ശരിയായി. അടച്ചോ അടച്ചോ അടച്ചോ. വരുവാണേ കുട്ടപ്പ ഞങ്ങളെ മറ്റേ പവർ ഗ്രൈൻഡർ അടിച്ചോളാം. പവർ ഗ്രൈൻഡർ പോവാണ്. പാലൊന്നും അല്ലടാ, തൈര. തൈരല്ല പാല്. അങ്ങനെ ഞങ്ങളുടെ ലസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് കൂടി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫുള്ളി കംപ്ലീറ്റ് ആയി. അപ്പോൾ സെർവ് ചെയ്യാം. ഗ്ലാസ് ലെസ് റെഡിയായി. ഇനി ഞങ്ങൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അയ്യോടി അത് വേണ്ട. പക്ഷേ ചെയ്തോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോ. പക്ഷേ എനിക്ക് കുടിക്കാൻ തരണം. ഓ തരാം. ഇതിന് മൂക്കിലെന്നാ വേറെ ഇവിടെ എന്താ തൈര്. തൈര് മൊത്തം പഞ്ചസാരയും മൊത്തം തൈര് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ജെസ്സിക്ക്. പിന്നെ ഇത് നല്ല ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഞങ്ങൾ ഇട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ മധുരം കുടിക്കും. മധുരം കൂടിയിട്ടാണ് അങ്ങനെ കാണിച്ചേ. പച്ചാണല്ലേ കുഴപ്പമില്ല. നമ്മ ഉണ്ടാക്കിയ ഇങ്ങനെയാണ്. ഇവനായി ഉണ്ടാക്കിയ ഇവനുണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ വന്നു. എന്താണ് ഇവളാണ് ഉണ്ടാക്കിയതെന്നാ? അല്ല എന്നാലും ഇവനാണ് ഉണ്ടാക്കിയത്. നീക്ക് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവനുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഉണ്ടാക്കി. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ നിങ്ങൾക്ക് കുടിക്കാനാണോ? ഇച്ചിരി ഉള്ളു കേട്ടോ അല്ലേ? ഫുള്ളൊന്നുമില്ല. ഇനിയും കുടിക്കാണ്ട്. കുടിച്ചോ കുടിച്ചോ. അത് കുടിച്ചോ. അത് ടേസ്റ്റ് ചെയ്തോ. ഞാൻ ടേസ്റ്റ് ചെയ്താൽ ഇന്നത്തെ കാന്താരി പാചകത്തിലെ വിജയി ദേവനന്ദയും കൃഷ്ണമൂർത്തിയുമാണ്. നമുക്ക്
പൂച്ച ആയല്ലോ. ഓ എന്തും ജീവിതം, ഇതെന്തും ജീവിതം, വല്ല പാറ്റോ പൂച്ച ആയല്ലോ. കുട്ടിക്കലവറ. കുട്ടിക്കലവറ വീണ്ടും ബർത്ത്ഡേ സെലിബ്രേഷനായി ഒരുങ്ങുകയാണ്. പതിവ് പോലെ ക്യാമറയുമായി ബർത്ത്ഡേ ഗേളിനെയും ഫോക്കസ് ചെയ്തു വരികയാണ് നമ്മുടെ കഥാനായകൻ. ഫോക്കസ് ചെയ്ത് ബർത്ത്ഡേ കേക്കിൽ ഫോക്കസ് ചെന്നപ്പോഴല്ലേ കഥയിലെ ട്വിസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഇത്രയും നേരം ക്യാമറ പിടിച്ചത് സ്വന്തം ബർത്ത്ഡേ സെലിബ്രേഷന് തന്നെയായിരുന്നുവെന്ന് ധനേഷ് മനസ്സിലാക്കിയപ്പോഴേക്കും ആഘോഷങ്ങൾ ആരംഭിച്ചു. കേക്കും ഐസ്ക്രീമുമായി കുട്ടിക്കലവറ ടീം ചാടി വീണതോടെ ബർത്ത്ഡേ ബോയുടെ കോലം തന്നെ മാറി. ഇരുപത്തെട്ടാം ജന്മദിനത്തിൽ 28 ഇടിയുമായി കുട്ടിപ്പട്ടാളം എത്തിയപ്പോൾ ജന്മദിനത്തിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായി ഓടി രക്ഷപ്പെടുകയാണ് പാവം നമ്മുടെ ക്യാമറമാൻ.